ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നല്ലൊരു ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. കുറേ ദിവസമായി ഞാൻ വാങ്ങിക്കണം വിചാരിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് നമ്മുടെ ഐറ്റം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആമസോണിലാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ അധികവും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം ഇതാണ്. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് വന്നിട്ട് ജാറുകളാണ് കേട്ടോ. നമുക്ക് അടുക്കളയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ജാറുകളാണ്. അപ്പോൾ ഒരു ബോക്സിൽ വന്നിട്ട് 18 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 18 ഐറ്റം ഉണ്ട്. ഇതിപ്പോൾ വലുതാണ് കേട്ടോ. 6 എണ്ണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജാറാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എക്സ്ട്രാ 2 എണ്ണം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ 3 അളവിലുള്ളതാണ് കേട്ടോ. 3 അളവിലുള്ളത് എല്ലാം കൂടിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്നറിയോ? 18 എണ്ണം ഉണ്ട്. വലുത് 6, അതുപോലെ തന്നെ മീഡിയം 6, പിന്നെ ഏറ്റവും സ്മോൾ സൈസ് ആയിട്ടുള്ളത് 6 എണ്ണം. അങ്ങനെ 18 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം മോളും ഞാനും കൂടി എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. എല്ലാം തുറന്ന് വെക്കുകയാണ്. അപ്പോൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇത് വന്നിട്ട് ഏറ്റവും വലിയ ജാറാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മീഡിയം സൈസാണിത്. ഇത് വന്നിട്ട് മീഡിയം സൈസുള്ള ജാറാണ് കേട്ടോ. അതിൻ്റെ അളവൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ മിൽട്ടൻ്റെ ആണ് കേട്ടോ. മിൽട്ടൺ നല്ല കമ്പനി ഐറ്റമാണ്. നമുക്ക് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. ഓഫറിൽ 499 രൂപയുള്ളൂ. 18 കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ. ജാറുകളുണ്ട്. 18 ജാറുകളുണ്ട്. ആകെ 499 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 1300 ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓഫറാണെന്നാണ് പറഞ്ഞത് കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ പോട്ടൊക്കെ ഈ ജാറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഉള്ളിലൊരു റബ്ബറിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എയർ കടക്കാതിരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള പോട്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലതാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കെല്ലാം അടുക്കളയിൽ നമ്മൾ പല സൈസിലും പല കളറിലുള്ള എന്താ പറയുക പോട്ട്സൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ എടുത്തിരിക്കുന്നത്, ഡപ്പികളൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്കെല്ലാം ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ ആമസോണിൽ നിന്ന്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. ചീപ്പ് റേറ്റും ആയിരുന്നു കേട്ടോ. മിൽട്ടൻ്റെ ഒക്കെ ഈ റേറ്റിൽ നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ആമസോണിലാണ്. അപ്പോൾ അത് കണ്ടില്ലേ, 6 എണ്ണം ചെറുത്, പിന്നെ മീഡിയം 6 എണ്ണം, പിന്നെ ഏറ്റവും വലുത് 6 എണ്ണം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണ് ഒരു സെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റം. ഇനി നമുക്ക് ഇതൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയി പഴയ പാത്രങ്ങൾ, അതായത് പഴയ നമ്മൾ ബോട്ടിലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇനി ഇത് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈയോടെ അതും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വന്നപ്പോൾ തന്നെ മോളും ഞാനും കൂടി എന്നാൽ പിന്നെ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ പറഞ്ഞിട്ട് ഇപ്പം തന്നെ അതൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോട്ടിൽ കൊണ്ടുവന്നല്ലോ. അപ്പോൾ നമുക്ക് സോപ്പിട്ടൊന്നൊക്കെ നന്നായി കഴുകണം. സോപ്പിട്ട് ഉള്ളിലൊക്കെ ഒന്ന് കഴുകി പിന്നെ അതിനൊക്കെ നന്നായി വെള്ളമൊക്കെ പോണ പോലെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ വേണം നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് മാറ്റാനായിട്ട് കേട്ടോ. അപ്പം ഞാനും മോളും കൂടി 2 പേരും കൂടി ചെയ്ത് ഇന്ന് തന്നെ അത് സെറ്റാക്കണം പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതെല്ലാം ഒന്ന് ബോട്ടിലുകളെല്ലാം സോപ്പിട്ടൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കഴുകി വെക്കുന്നുണ്ട്. മോളത് എല്ലാം തുടച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഡ്രൈ ആയി തുണി എടുത്തിട്ട് നന്നായി തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് വൃത്തിയായി തുടച്ച് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞാനിതാ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 18 എണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി കമത്തി വെക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ക്ലീനിങ് എന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കി തുടച്ചു. മോള് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇല്ലേ, പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, കടല, പൊരികടല, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലാക്കണം കേട്ടോ. അപ്പോൾ എല്ലാം മാറ്റിയിട്ട് ഇത് മാത്രം മതി പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഇതൊരു കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരേപോലെ ഇരിക്കുമ്പോൾ നല്ല യുണീക്കായിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാവും. നല്ല രസമല്ലേ എല്ലാം ഒരേപോലെ. ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. ഈ മിഠായിയുടെ ഡപ്പികളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ മിഠായി ഡപ്പികളാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് കേട്ടോ. അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി എല്ലാം ഒരേപോലെ ആക്കാം. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കണു, പക്ഷേ വാങ്ങിക്കാനേ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബോട്ടിലുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം കഴുകിയിട്ടോ, എല്ലാം സോപ്പിട്ട് നന്നായി കഴുകിയിട്ടുണ്ട്. അപ്പോൾ മോളതെല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് വേണം നന്നായി തുടച്ചെടുക്കാനായിട്ട്. അപ്പോൾ മോളതൊക്കെ തുടച്ച് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾ തുടയ്ക്കണത് ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി വൃത്തിയായി തുടയ്ക്കണമൊക്കെ ഉണ്ട് ആൾ. ഇത് കണ്ടില്ലേ, എല്ലാം തുടച്ച് ക്ലീനാക്കി കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാ സാധനങ്ങളും ഇതിലോട്ട് മാറ്റണം. അപ്പോൾ പഴയ ബോട്ടിലുകളൊക്കെ ഇനി അത് വേറെ ഇനി ക്ലീൻ ചെയ്ത് തുടച്ച് ഒരു ചാക്കിലാക്കി കെട്ടി വെക്കണം കേട്ടോ. വേറെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കണേ. പഴയ ബോട്ടിൽ ഇതൊക്കെ കണ്ടില്ലേ, ഇത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ബോട്ടിലാക്കിയിട്ട് പിന്നെ പഴയത് കഴുകിയിട്ട് അങ്ങനെ ഒരു ചാക്കിലാക്കി വെക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ആദ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. സാധനങ്ങളെല്ലാം പുതിയതിലേക്ക് ആക്കാം. അപ്പോൾ വലുതിൽ പഞ്ചസാര, പിന്നെ അതുപോലെ പരിപ്പ്, ഉഴുന്ന്, അങ്ങനത്തെ കൂടുതൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ വലുതിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്ന്, പരിപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റണം കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാം പല പല സൈസും പല പല അളവിലുള്ള ബോട്ടിലുകളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതാവുമ്പോൾ എല്ലാം ഒരേപോലെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റുന്നത് കേട്ടോ. എല്ലാവരും ഇതൊക്കെ മാറ്റിയിട്ടുണ്ടാവും, ഞാൻ പക്ഷേ ഇപ്പോഴേ മാറ്റുന്നുള്ളൂ. അങ്ങനെ എല്ലാ ഡപ്പികളും സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് നന്നായി തുടച്ച് പഴയ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ പേപ്പർ വിരിച്ച് വെക്കാം കേട്ടോ. അവിടെ ഞാൻ പേപ്പറാണ് കേട്ടോ വെക്കുക. എന്തെങ്കിലും പൊടിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ചിന്തിയാലൊക്കെ നമുക്ക് പെട്ടെന്ന് അതിനെടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഡപ്പികളൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 2 ന്യൂസ് പേപ്പർ എടുത്ത് അത് വിരിച്ച് വെക്കാം. തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി 2 പേപ്പർ വെച്ച ശേഷം നമ്മളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഡപ്പിയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി ഓർഡറായിട്ട് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ മല്ലിപ്പൊടി, പരിപ്പൊക്കെ കഴിയാനായി വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ വലിയ ഡപ്പിയിലാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അറ്റത്തുനിന്ന് വലിയ ബോട്ടിലുകളൊക്കെ അറേഞ്ച് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നന്നായി അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി അല്ലേ. നമുക്ക് അടുക്കളയൊക്കെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഹാപ്പിയാണ്, പക്ഷെ ചെയ്യാൻ തന്നെ ഭയങ്കര മടി കേട്ടോ. പക്ഷെ ചെയ്ത് കഴിഞ്ഞത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഡപ്പികളൊക്കെ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ എല്ലാം ഒരേപോലെ നമുക്ക് ആവശ്യത്തിന് കുറച്ചിടുന്നതിൽ ചെറുതിലിടാം, കുറച്ച് സംഭവം ഉള്ളത് ചെറുതിലിടാം. അങ്ങനെ ഓരോ ഐറ്റംസും ഓരോ ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ നല്ല രസമല്ലേ കാണാൻ തന്നെ. പക്ഷേ ബോട്ടിൽ 18 ഉണ്ട്, എന്നാലും കൂടി നമുക്ക് തികയാണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പഴയതിന്ന് കുറച്ചൊക്കെ എടുത്തു കേട്ടോ. ഇത് കണ്ടില്ലേ, കുറച്ച് ബോട്ടിലുകളൊക്കെ നല്ലതൊക്കെ എടുത്തു. 18 ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ എത്ര കിട്ടിയാലും ബോട്ടിലുകൾ പോരാ. ഇനി ഒരിക്കൽ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇനി അതും കൂടി ഇതുപോലെ എല്ലാം ഒരേപോലെ ആക്കണം. അപ്പോൾ ഞാനൊക്കെ അറേഞ്ച് ചെയ്ത്, അപ്പോൾ അതാ കണ്ണമ്മ ചേച്ചി വന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് പറയുമായിരുന്നു. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.